മൊബൈലിൽ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ ഒരു സൂത്രം പറഞ്ഞുതരാം. അപ്പോൾ മൊബൈൽ നമ്മളെടുത്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെയാണ് എവിടെയാണ് നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കുക. ഇപ്പം ഞാനിവിടെ വാട്സപ്പാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മലയാളത്തിലാണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യും, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും, ഇതുപോലെ മംഗ്ലീഷ് ആണെങ്കിൽ മംഗ്ലീഷ് സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതുപോലെ അക്ഷരങ്ങൾ ഓരോന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യും. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി ടൈപ്പ് ചെയ്ത് കയ്യും കളയണ്ട, കണ്ണും കളയണ്ട. നിങ്ങൾ വോയിസ് കൊടുത്താൽ മതി, ഗൂഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദി തമിഴ് ഏത് ഭാഷയിലും ചെയ്തു തരും. നമ്മൾ ആദ്യം പോയി ഇതിൻ്റെ ലാംഗ്വേജ് മാറ്റണം. ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷായി. അപ്പം നമുക്ക് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് കൊടുക്കുക. ഇനി അത് മാറ്റണമെങ്കിൽ ഇതിലൊന്ന് പ്രസ് ചെയ്ത് മലയാളമായി, മംഗ്ലീഷായി. അപ്പം നമ്മളിപ്പം വീണ്ടും ഇംഗ്ലീഷിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഈ ഫസ്റ്റ് ലൈൻ, ഈ ലൈനിൽ പോയിട്ട് ഇത് കണ്ടോ, ഈ സിഗ്നൽ ഒരു സ്പീക്കറിൻ്റെ സിഗ്നലാണത്. ഒരു സ്പീക്കറിൻ്റെ സിഗ്നലാണിത്. ഇത് കണ്ടോ, അതിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ജസ്റ്റ് പതുക്കെ മതി, ലോങ് പ്രസ് അല്ല. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം. ഹൗ ആർ യു? കണ്ടോ വന്നേ, നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അതാണ് വരുന്നത്. ഹൗ ഡു യു ഡു? I am fine. Let us have a dinner. അപ്പം ഇതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഒന്നും കാണൂല, അത് വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നിന്നിട്ട് നമുക്ക് ആർക്കാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെൻഡ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് താഴെ പോയി ലാംഗ്വേജ് മാറ്റണം. ഇപ്പോൾ മലയാളമായി. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഇവിടെ വന്ന് ഇതിൽ പ്രസ് ചെയ്യുക. മലയാളത്തിലാണ് കിടക്കുന്നത്. ഈ മലയാളം അല്ല, മംഗ്ലീഷ് ആയാലും മതി കേട്ടോ. നമ്മൾ കേൾക്കുന്നു എന്ന് വന്നില്ലേ, ഇപ്പം നമ്മൾ സംസാരിക്കണം. ഇപ്പം ഞാൻ എന്ത് മലയാളത്തിൽ പറഞ്ഞാലും അത് ഗൂഗിൾ ഇങ്ങനെ ടൈപ്പ് കൊണ്ടേയിരിക്കും. കണ്ടോ, ഞാൻ പറയുന്നതൊക്കെ ഗൂഗിൾ ടൈപ്പ് ചെയ്യുക. ഞാൻ പറയുന്നത് ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിനിടയ്ക്ക് ഫുൾ സ്റ്റോപ്പില്ല, ക്വസ്റ്റ്യൻ മാർക്കില്ല, ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടോ, ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അതിപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ എല്ലാവർക്കും സുഖമാണോ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? കണ്ടോ, ഇതൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത്. പറയുന്ന എല്ലാം ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സെൻഡ് ചെയ്യാം. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പോയി ലാംഗ്വേജ് മാറ്റുക. അത് കഴിഞ്ഞ് ഈ സ്പീക്കറിൻ്റെ സൗണ്ടിൽ പോയി ഒരു ചെറിയൊരു പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ലോങ് പ്രസ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ക്ലിപ്പുകളാണ് വരുന്നത്, ക്ലിപ്പ് ബോർഡുകളൊക്കെ ഇങ്ങനത്തെ ഒരു ബോർഡാണ് വരുന്നത്. അതല്ല വേണ്ടത് നമുക്ക്, ചെറിയ പ്രസ്. അപ്പോൾ കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് ആരും എനിക്ക് പറഞ്ഞു തന്നതല്ല. ഞാൻ ഈ സിഗ്നൽ എന്തിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ അതിനകത്ത് എഴുതിയേക്കുന്ന റെഗുലേഷൻസ്, ഇൻഗ്രീഡിയൻസ്, ഇതൊന്നും നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റാത്ത അത്രയും കുഞ്ഞക്ഷരങ്ങളിലായിരിക്കും എഴുതിയേക്കുന്നത്.
അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം അത് അപ്പോൾ ഏത് ഷോപ്പിൽ പോയാലും എവിടെ വെച്ചാണെങ്കിലും നമ്മുടെ കയ്യിൽ എല്ലാവർക്കും മൊബൈലുണ്ടല്ലോ, ഫോട്ടോ എടുക്കാൻ പറ്റുന്ന മൊബൈൽ തന്നെ ഉണ്ട്. ആ മൊബൈൽ കൊണ്ട് നമുക്ക് ഏത് ഭാഗമാണോ വായിക്കേണ്ടത് ആ ഭാഗം ഒന്ന് നല്ല ക്ലിയറാക്കി ഒന്ന് ഫോട്ടോ എടുക്കണം. സൂം ചെയ്ത് ഫോട്ടോ ഒന്നും എടുക്കണ്ട, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും നല്ലത് സാധാരണ രീതിയിൽ നല്ലൊരു ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ നമ്മളിതുപോലെ സൂം ചെയ്ത് ഒന്ന് നോക്കുക. ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല കണ്ണാടി പോലും ഇല്ലാതെ നമുക്ക് നല്ലതുപോലെ അത് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു ട്രിക്കാണ്, എനിക്ക് പലപ്പോഴും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന 2 ട്രിക്കുകളും ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്നതായിരിക്കും. പക്ഷേ എനിക്ക് ഇതൊന്നും നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അറിയാൻ വയ്യാത്തവർക്ക് തീർച്ചയായിട്ടും ഈ 2 ട്രിക്കും നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് കണ്ടോ, നല്ല പോലെ നമുക്ക് സൂം ചെയ്ത് കറക്റ്റായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ ടൈപ്പ് ചെയ്യുന്ന കീബോർഡിൻ്റെ ഇത് Gboard എന്നാണ് അതിൻ്റെ പേര്. അപ്പം നിങ്ങൾ Gboard ഉള്ളവർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.